ഹായ്, എനിക്ക് ഇന്ന് ആദില നൂറ വിഷയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്തൊരു കമന്റ് വന്നിരുന്നു. ഞാൻ അവിടെ തന്നെ മറുപടി എഴുതിയിടാന്ന് വെച്ചപ്പോൾ പിന്നെ ഓർത്തു ആ കമന്റ് വായിക്കുന്നവർക്കെല്ലാം ഞാൻ എൻ്റെ മറുപടിയും കൂടെ അതിനകത്തോട്ട് റിലേറ്റഡ് ആയിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ കമന്റ് ഒന്ന് റിയാക്ട് ചെയ്യാന്ന് വെച്ചിട്ട് വന്നതാണ്. നമുക്ക് കമന്റ് ഒന്ന് വായിക്കാം. ലെസ്ബിയൻ കപ്പിളിനെ കണ്ടിട്ട് ആരും ലെസ്ബിയൻ ആവുന്നത് അല്ല. സെക്ഷൽ ഓറിയന്റേഷൻ ഒരു ചോയ്സ് അല്ല. ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്നതും അല്ല. സ്ട്രെയിറ്റ് കപ്പിളിനെ കണ്ടിട്ട് LGBTQ ആൾക്കാർ സ്ട്രെയിറ്റ് ആയില്ലല്ലോ. ഈ ഒരു പോയിന്റാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇവർ പറയുന്നത് മുഴുക്ക നുണയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. കാരണം ലെസ്ബിയൻ കപ്പിൾസിനെ കണ്ടിട്ട് അതിൽ അട്രാക്ട് ആയ രണ്ട് കുട്ടികളുടെ കാര്യമാണ് ആ ഡോക്ടർ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ വീഡിയോ ആണ് ഞാൻ അവിടെ പബ്ലിഷ് ചെയ്തത്. ആ വീഡിയോയുടെ താഴെ ഈ കമന്റ് വന്ന് ഇടണമെങ്കിൽ അവരാ വീഡിയോ പോലും കണ്ടിട്ടില്ല. അവരെടുത്താക്കില്ലേ ഞാൻ തെറ്റാണെന്ന് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി അവരടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്, സ്ട്രെയിറ്റ് കപ്പിളിനെ കണ്ടിട്ട് LGBTQ ആൾക്കാർ സ്ട്രെയിറ്റ് ആയില്ലല്ലോ എന്നാണ്. ശരിയാണ്, അവര് സ്ട്രെയിറ്റ് ആയിട്ടില്ല. പക്ഷെ അവരാകാൻ അവർ ശ്രമിക്കാറില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആണായി ജനിച്ച ഒരുത്തൻ പെണ്ണായി വേഷം കിട്ടുന്നു. സീമ വിനീത് അങ്ങനെ കുറെ എണ്ണം ഉണ്ടല്ലോ. ആണായിട്ട് ജനിച്ചിട്ട് പെണ്ണ് വേഷം കെട്ടിയിട്ട് മണി കട്ട് ചെയ്യാതെ നടക്കുന്ന കുറെ എണ്ണം. അവര് പെണ്ണായി ജനിക്കുകയാണ്, ജീവിക്കുകയാണ്, അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ആണിനെ തന്നെ കല്യാണം കഴിക്കുന്ന എന്തിനാ? അവർക്കറിയാമല്ലോ ഈ സെക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്. സാധാരണ ഒരു പ്രകൃതി അനുവദിച്ചിട്ടുള്ള സെക്സ് എന്താണ്? പ്രകൃതി വിരുദ്ധമായ സെക്സ് മാത്രമാണ് അവരുടെ കൺസേൺ, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ളത് അത് തന്നെയാണ്. പ്രകൃതി അനുവദിച്ച സെക്സ് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ എന്താണ്? പിന്നാമ്പുറ കളികളാണ്. പിന്നാമ്പുറ കളികൾക്ക് അവർ തിരഞ്ഞെടുക്കുന്നത് ആണുങ്ങളെ തന്നെയാണ്. അവർ ഈ പറയുന്ന രീതിയിൽ ആകെ LGBTQ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരേ ഒരു കപ്പിളേ വന്നിട്ടുള്ളൂ. അത് മുൻപൊരെണ്ണം ഉണ്ടായിരുന്നു, പ്രവീൺ. ആ പെണ്ണായിരുന്നു, അത് പയ്യനായി മാറി. പക്ഷെ പിന്നീട് അത് മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്ത് കളഞ്ഞു. കാരണം കൂടെ ഉള്ളതിന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ. ഇത് കൂടെ ഉണ്ടായിട്ടും പാലത്തിന്റെ അടിയിൽ പോകുമായിരുന്നു. പെണ്ണായി വേഷം കെട്ടിയ ആണൊരുത്തൻ ആ പ്രവീണിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവസാനം ടോർച്ചർ താങ്ങാൻ വയ്യാതെ അത് സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്ത ഒരു കാര്യം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നേ, അത് അവിടെ നിന്നോട്ടെ. ഇനി ഈ പറയുന്ന രീതിയിൽ സിയ പവലും മറ്റേ ആ കുട്ടിയും, അത് രണ്ടുപേരും അതിൽ ആണായിട്ട് ജീവിക്കുന്ന ആൾ തന്നെ പ്രസവിക്കുകയും ചെയ്തു. അവളുടെ ശരീരഘടന അതായിരുന്നു. പക്ഷെ മനസ്സ് ആണായതുകൊണ്ട് പ്രസവശേഷം ഒരു ഹോർമോൺ ഇതെടുത്ത് അവരതിന്റെ ആ രൂപം മാറ്റി അവരുണ്ടാക്കിയെടുത്തു. ബട്ട് ലിംഗം ഇസ് ദ സെയിം തിങ് ആണ്. അവർ തമ്മിൽ ഇടപഴകിയത് പ്രകൃതിക്ക് അനുവദനീയമായ സംഗതിയിൽ തന്നെയാണ്. അതിൽ കൂടെയാണ്, അല്ലാതെ മറ്റേ സാധനത്തിൽ കൂടെ വന്നതല്ലത്. ഈ എന്താ പറയണേ, ഈ ഇപ്പൊ ഒരു പുതിയ സെക്ഷൻ ഉണ്ടല്ലോ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ അതൊന്നും അല്ലായിരുന്നു. അപ്പൊ അവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ശുദ്ധ നുണയാണെന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞത്. തർക്കിക്കാൻ വേണമെങ്കിൽ തർക്കിക്കാലോ. ആക്ച്വലി റെപ്രസെന്റേഷൻ കൊണ്ട് പലർക്കും തന്റെ ഫീലിംഗ് മനസ്സിലാക്കാൻ സഹായിക്കും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് അതിന് വേണ്ടിയാണ്. ആരാണ് താൻ എന്ന് മനസ്സിലാക്കാൻ, മാറ്റാനല്ല. ചിലർ സ്ട്രെയിറ്റ് ആണെന്ന് ഉറപ്പിക്കും, ചിലർ അല്ലെന്ന് മനസ്സിലാക്കും. യൂട്യൂബേഴ്സിൽ ലിവിങ് ടുഗദർ ചെയ്യുന്നവരും വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചവരും അവരുടെ സന്തോഷ ജീവിതം ഷെയർ ചെയ്യുന്നു. അത് കണ്ടിട്ട് പലരും ഇൻസ്പയർ ആകും. എന്നാൽ അതിന് സൊസൈറ്റിക്ക് അപകടം എന്ന് ആരും പറയുന്നില്ല. ആരാ പറഞ്ഞ അങ്ങനെ പറയുന്നില്ല എന്ന്? ഇപ്പൊ യൂട്യൂബേഴ്സിൽ ലിവിങ് ടുഗദർ നല്ലൊരു സാധനമാണ്. ആരാ പറഞ്ഞത് മോശമാണെന്ന്? ഞാൻ എപ്പോഴും ആളുകളോട് പറയുന്ന ഒരു കാര്യം, ഇൻഫാക്ട് എന്റെ കുടുംബത്തിൽ പോലും ഞാൻ പറയുന്ന ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഈസ് എ ബെസ്റ്റ് വൺ. അതിനകത്ത് കമ്മിറ്റ്മെന്റ്സ് ഇല്ല. ഈ എന്നോട് ചോദിക്കുകയാണെങ്കിൽ വിവാഹ കരാറ് തന്നെ 5 വർഷത്തിൽ ഒരിക്കൽ പുതുക്കണമെന്ന് പറയുന്ന ആളാണ് ഞാൻ. ഈ ഒരു ബന്ധനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അവനിനി എത്ര കൊള്ളരുതാത്തവനാളും സഹിക്കുക, അവളിനി എത്ര കുഴപ്പമാണെങ്കിലും സഹിക്കുക. ബിക്കോസ് അതൊരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്ട് വിട്ടുപോകാൻ ഒക്കത്തില്ല. ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാകും, പിന്നെ ഇതിന്റെ കോമ്പൻസേഷൻ കൊടുക്കണം, ഒരുപാട് പ്രോബ്ലംസ് ഇതിനോടനുബന്ധിച്ചിട്ട് ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ മാരേജ് ഒരു കോൺട്രാക്ട് തന്നെയാണ്. ആ കോൺട്രാക്റ്റിൽ പോവാതെ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ് ദ ബെസ്റ്റ് തിങ്. അതിൽ കുട്ടികളുണ്ടായ കുട്ടികൾക്ക് ആ റൈറ്റ്സ് ഉണ്ട്. പേരൻസ് എന്ന രീതിയിൽ ഇവരുടെ കയ്യിൽ നിന്നുള്ള അവകാശങ്ങൾ കിട്ടാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. എന്നാൽ ബന്ധനങ്ങളിലും അല്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വാക്കൗട്ട് ചെയ്യാനുള്ള ഇതുമുണ്ട്. ഇന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയും. വിവാഹം എന്ന ഒരു ബന്ധനത്തിൽ തന്നെ വേണമെന്നില്ല. അതിനിപ്പോ എന്താ കുഴപ്പം? ലിവിങ് റിലേഷൻഷിപ്പ് ആർക്ക് എന്ത് ബോറെന്നാണ്? നല്ല കാര്യമാണ്. നിരന്തരം അടികൂടി ഇവിടുത്തെ കുടുംബ കോടതിയുടെ മുമ്പിൽ കിടന്ന് മോങ്ങിയും നിലവിളിക്കാൻ പരസ്പരം ചെളിവാരി അറിയുന്നതിൽ എത്രയോ ബെറ്റർ ആണ്. വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് കൂടെ നിസ്സാരമായിട്ട് തീരുന്ന കേസാണ്. അങ്ങനെ ഒരു ആത്മീയ ബന്ധമൊന്നും അതിന്റെ കാര്യമൊന്നുമില്ല. ഈ മമ്മൂട്ടി പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, ഈ ഭാര്യ എന്ന് പറയുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന സംഗതി എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് കളയാവുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിൽ ത്രൂ ആണ് നമുക്കുള്ള സർവ്വ ബന്ധങ്ങളും വരുന്നത് എന്നുള്ള ഒരു ഫാക്റ്റാണ്. അത് കോമൺ സെൻസ് ആണ്. അതുണ്ടായാൽ മാത്രം മതി.
എന്തെങ്കിലും ആഴ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ രണ്ടാമത് യൂട്യൂബേഴ്സ് ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നെന്ന്. നമ്മളിപ്പം നമുക്ക് മെൻസ്ട്രേഷൻ വന്നാൽ നമ്മൾ എങ്ങായി കഴിഞ്ഞു, മെന്റലി നമ്മൾ സ്ട്രെങ്തൻ അല്ല. എന്തുകൊണ്ട് 22 വയസ്സ് ആണുങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു? അത് കഴിയുമ്പോഴാണ് ജോലി സാധ്യതയുള്ള ഒരു വിഷയത്തിൽ, ഐച്ഛിക വിഷയത്തിലോ അല്ലെങ്കിൽ ജോലി സാധ്യതയ്ക്കുള്ള ഒരു ഡിഗ്രി ലെവലിലുള്ള ഒരു വിദ്യാഭ്യാസം അവർക്ക് കിട്ടുക. അതിനുശേഷം അവർ വിവാഹം. കാരണം വിവാഹം എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ ആണിന് ജോലി കിട്ടുക എന്നുള്ളത് എന്നത് ഇപ്പോഴത്തെ പാഠപുസ്തകം ഒന്നിലും അങ്ങനെയാണ്. അച്ഛൻ ജോലിക്കോ അമ്മച്ചി വീട്ടിലിരിക്കോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ 22 വയസ്സ് ആണുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. 18 വയസ്സാകുമ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും പ്രാക്ടിക്കലാണ്. 18 വയസ്സാകുമ്പോൾ സെക്സ് ചെയ്യാനുള്ള പെർമിഷൻ തന്നെയാണ് കൊടുക്കുന്നത് ഗവൺമെന്റ്. അതിന് മുമ്പുള്ളതിനെ പ്രോബ്ലം ഉള്ളൂ. അതും ഇസ്ലാം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ 16 വയസ്സ് തൊട്ട് ചെയ്യാം, 15, 16 അവർ മെൻസസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. കാരണം അവരുടെ നിയമം അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മെച്യൂരിറ്റി ലെവൽ 18 വയസ്സെന്ന് പറയുന്നത് ആ മെച്യൂരിറ്റിയാണ് അവർ. 18 വയസ്സുകൊണ്ട് ആരും മെച്യൂരിറ്റി ആവും? ആരും ആവത്തില്ല. എന്നാൽ വോട്ടവകാശം 18 വയസ്സ് തന്നെ. നമുക്കുള്ള ആധാർ കാർഡ് തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ സാധനങ്ങൾക്കും 18 വയസ്സെന്ന് പറയണം. അപ്പം വരുന്ന മെച്യൂരിറ്റി ഇതിനും വരാമല്ലോ. അപ്പൊ അതൊന്നും നിങ്ങൾ പറയണ്ട. ആ സർക്കാർ സംവിധാനങ്ങൾ നിങ്ങൾ വിലക്ക്. എന്നിട്ട് യൂട്യൂബേഴ്സിന്റെ തലയിൽ കയറാൻ വന്നാൽ മതി. അവിടെ എന്തെങ്കിലും മോശം നടന്നാലോ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്നാലോ അവർക്ക് ട്രബിൾ വന്നാലോ യൂട്യൂബേഴ്സിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ നമ്മളും പറയാറുണ്ട്. ഒരാളെയും വിടാറില്ല. വിമർശനങ്ങൾ ഉണ്ടാകും. വിമർശനങ്ങളിൽ കൂടെ മോൾഡ് ചെയ്തെടുക്കുന്നതാണ് എല്ലാവരുടെയും ശുദ്ധീകരണമാണ് ആത്യന്തികമായിട്ട് വേണ്ടത്. തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയും. സമയം ചെലവാക്കി ഡാറ്റ ചെലവാക്കി നമ്മളൊരു കാര്യം പറഞ്ഞാൽ കണ്ടാൽ അതിനകത്ത് അഭിപ്രായം നമ്മൾ പറയും. ഇപ്പൊ എന്റെ ചാനലിൽ വന്ന അഭിപ്രായങ്ങൾ എഴുതി വെക്കാറില്ലേ? ഉണ്ടല്ലോ. ഞാൻ അതിനെല്ലാം പറയുന്നോ? തെറി വിളിച്ചാൽ എടുത്ത് ദൂരെ കളയും. തെറി നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ചാനലല്ല ഇത്. അത് ഞാൻ തീർക്കളയും. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുക തന്നെ ചെയ്യും. അപ്പോൾ 2 സ്ത്രീകൾ പരസ്പരം സ്നേഹിക്കുന്നത് മാത്രം എന്തിന് പ്രശ്നമാകുന്നു? ലെസ്ബിയൻ കപ്പിളിനെ മാത്രം ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും തൻ്റെ ജീവിതം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. 2 പെണ്ണുങ്ങൾ തമ്മിൽ പ്രണയം ഉണ്ടാകുന്നത് തെറ്റൊന്നുമില്ല, നല്ലതാണ്. രണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? ബഷീർ 2 ചേട്ടത്തി അനിയത്തിയായിട്ട് നടക്കുന്ന 2 പേര് പ്രണയിക്കുന്നത്. ഞങ്ങൾക്ക് കൂടെ ഡയലൂട്ട് ചെയ്യണം. അവർക്ക് മാത്രം ഡയലൂട്ട് ചെയ്താൽ പോരാ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ ഞങ്ങൾക്ക് കൂടെ അത് ഡയലൂട്ട് ആവണം. മറ്റൊരു മതത്തിൽ ജനിച്ച് വളർന്ന ആദ്യത്തെ ഭാര്യ ക്രിസ്ത്യൻ പെണ്ണായ ഒരുത്തി മതം മാറി ഈ മതത്തിലേക്ക് വരുന്നു. അവളെ പ്രണയിച്ച് വിവാഹം കഴിച്ച അവന് അടുത്തൊരു പെണ്ണോട് പ്രണയം തോന്നുന്നു. ദിവ്യ പ്രണയം. അതെന്ത് തരം പ്രണയമാണാവോ? അവൾ ഇവളുടെ അതേ കമ്മ്യൂണിറ്റിയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഒരു പെണ്ണ് വരുന്നുണ്ട്. അവനോടും അവൾക്ക് പ്രണയം തോന്നുന്നു. അവളും അവനും ഭയങ്കര പ്രണയത്തിൽ. അവസാനം അവളെ കയ്യും കാലും തല്ലി ഒടിച്ച് പിടിച്ച് പുറത്താക്കി ഇടുന്നുണ്ട്. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന നമ്മൾ എന്ത് തീരുമാനിക്കണം, എന്ത് പറയണം? നിങ്ങൾ പറയണത് ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടോണ്ട് മിണ്ടാണ്ട് കുത്തിയിരിക്കണോ? മനുഷ്യർ കണ്ടാൽ വിമർശിക്കും എന്നുള്ളതാണ്. കാണുന്നതല്ലേ പറയുന്നത്. ഇപ്പം കേട്ടാലും നമുക്കിത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മളത് പറയും, പ്രതികരിക്കുക തന്നെ ചെയ്യും. എന്ത് കുന്തമാണെന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള പോക്രിത്തരങ്ങൾ കണ്ടാൽ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരന്റെ ധർമ്മമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യും. 2 പെണ്ണുങ്ങൾ തമ്മിൽ സ്നേഹമാണ്. അതാണ് ഞാൻ വ്യക്തമായി എൻ്റെ വീഡിയോയിൽ പറഞ്ഞത്. സ്കൂൾ തലങ്ങളിൽ സുഹൃത്തുക്കൾ ഉണ്ടാകാറുണ്ട്. എനിക്ക് ഒരുപാട് ബെസ്റ്റികളുണ്ട്, ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഇന്ന് ധൈര്യമായിട്ട് അത് എൻ്റെ ഡീപ്പസ്റ്റ് ബെസ്റ്റി ആണ് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കുട്ടികൾക്കത് സാധിക്കത്തില്ല. സംശയത്തോടു കൂടി പേരൻസ് നോക്കുന്ന തലത്തിലേക്ക് അവരുടെ റിലേഷൻഷിപ്പിനെ വൾഗാരിറ്റിയിലേക്ക് കൊണ്ടെത്തിച്ചത് ആദില നൂറയാണ്. ഇവരുടെ റിലേഷൻഷിപ്പ് കണ്ടിട്ട് ഇവരെ പോലെ അവരാകുമോ എന്ന് ഭയന്ന് ഇന്ന് കുട്ടികളെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് പേരൻസിന് ചിന്താശേഷി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഇവർക്കാണ്. പിന്നെ നല്ലൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗേ താല്പര്യപ്പെടുന്ന ആണുങ്ങളെ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ കണ്ടാൽ പിന്നെ അവരെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കാതിരിക്കുന്ന മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കാരണം മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കപ്പെടാതിരിക്കാൻ അത്തരത്തിലുള്ള ഒരു തിരിച്ചറിയൽ നല്ലതാണ്. പിന്നെ കൗൺസിലിങ്ങിൽ കൂടെ ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത സമയത്താണ് അവർക്ക് മനസ്സിലായത് ഇത് ജസ്റ്റ് ഒരു ഫാന്റസി വേൾഡ്, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ കാണിച്ച സാധനത്തിൽ നിന്ന് അവർക്ക് എന്തോ ഒരു താല്പര്യം തോന്നിയതാണ് എന്നതിനപ്പുറം അവർക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ബന്ധമാണ് അവർ തമ്മിലെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് ഈ ഒരു സംഗതി. അതുകൊണ്ടാണ് ആ ഡോക്ടർ വന്ന് പറഞ്ഞത് അവർ 2 പേരും തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരാൾ ഭയങ്കരമായിട്ട് ഡ്രോമറ്റൈസായി, ഒരാൾ പിന്നെ ഓക്കെ ആയി പോയി, ഒരാൾക്ക് ഇതിൽ താല്പര്യമില്ലാതായിപ്പോയി എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറയും. നിങ്ങളത് കേൾക്കാതെ വന്നിരുന്നുണ്ട് തള്ളിയിട്ടൊന്നും കാര്യമില്ല. പിന്നെ സൊസൈറ്റിയിലുള്ള എല്ലാവരും നിങ്ങളെപ്പോലെ എല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്. ഈ വിഭാഗത്തിലുള്ള ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഇവരെ സെക്ഷുവലി ഉപയോഗിക്കുന്നുണ്ട്, അസൾട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം ഇവർക്ക് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് സൊസൈറ്റിയിൽ. ഒരുപാട് പേര് ഇങ്ങനെ ആയ ഒരുപാട് പേര്
ജോലി ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണിക്കാൻ പറ്റും. ഒത്തിരി മനുഷ്യരുണ്ട്. അവരാരും തന്നെ മറ്റുള്ളവരെ ശല്യം ചെയ്യാനോ സെക്സ് വർക്കിന് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ സ്ത്രീയായി മാറുന്ന ഒരു ട്രാൻസ് ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്ത്രീയായി മാറിക്കഴിഞ്ഞു, പിന്നെ നിങ്ങൾ ചെയ്യുന്നത് സ്ത്രീകളെ നാണം കെടുത്തുക എന്നുള്ളതായിരിക്കരുത്. സ്ത്രീകൾ ഒരിക്കലും ഈ സെക്സ് വർക്ക് താല്പര്യപ്പെടുന്നവരല്ല. അവരെ അങ്ങനെ ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുന്ന ഒരു ശൈലിയാണ് ഇവർ പിന്തുടരുന്നത്. ഒരു സാരി എടുത്തുകൊടുത്ത് പൊക്കിളും അങ്ങോട്ട് തുറന്ന് കാണിച്ച് മാറും അങ്ങോട്ട് തുറന്ന്, ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു മുല വെളിയിൽ കിടക്കണം, ബാക്കി അങ്ങ് അകത്ത്. ഇത് ഇവരുടെ തന്നെ കൾച്ചറാണ്, ഇവർ കാണിക്കുന്നതാണ്. ആട്ടവും കുഴുക്കും കൂത്താട്ടവും ഇതൊക്കെ എത്ര പെണ്ണുങ്ങൾ അങ്ങനെ കാണിക്കാൻ നടക്കുന്നത്? ഏതെങ്കിലും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ അങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു വൃത്തികേട് ആർക്കെങ്കിലും കാണിക്കാൻ താല്പര്യം തോന്നാറുണ്ടോ? മാറുകൾ അങ്ങനെ എന്ന് വെച്ചാൽ മറച്ച് മറ്റത് മൂടി എന്നല്ല ഞാൻ പറയുന്നത്. ഇത് എനിക്കിതുണ്ട് കേട്ടോ, ഇത് കൊള്ളാം കേട്ടോ, ഇച്ചിരി കൂടെ മറ്റതാ എന്ന് കാണിക്കുന്ന ഹണി റോസ് ലെവലിലുള്ള സാധനങ്ങൾ എത്ര പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്ന എനിക്കറിയത്തില്ല. മിക്കവാറും യൂട്യൂബേഴ്സൊക്കെ ഹണി റോസിനെ എടുത്ത് വെച്ച് ഉടുക്കുന്ന കാണാറുണ്ട്. എന്തുകൊണ്ടാണത്? അവരുടെ അഭിമാന ബോധത്തിൽ നിന്നാണ് അത് സംസാരിക്കുന്നത്. അവർക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതിയാണ് ഇത്തരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ ഈ പറയുന്ന ജനനേന്ദ്രിയമായിരുന്നാലും അല്ലെങ്കിൽ മറ്റവയവങ്ങളൊക്കെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നതിനോട് വിയോജിപ്പുണ്ട്. അങ്ങനെ തയ്യാറാണ് എന്ന് പറയുന്നത് ആരാണ്? അത്തരം പണികൾ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ പറയുന്ന പെണ്ണുങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്ന അഭിനയശേഷിയുള്ള കലാകാരന്മാരായ ട്രാൻസുകൾ അങ്ങനെ മാറുന്നത് എന്തിനാണ്? അവർക്ക് അതാണ് താല്പര്യം. വൾഗറിറ്റി നിറഞ്ഞ ഒരു മനോഘടനയുള്ള മാനസിക രോഗികളാണ് അവര്. അല്ലാതെ ഇപ്പം മാലിക പണിക്കർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവരങ്ങനെ ആരുടെടുത്തെങ്കിലും ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അവരടുത്തൊക്കെ ഒരു മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ പഠിച്ചാണക്കാവും. എന്തൊരു നോളജാ സ്ത്രീക്ക്! എത്ര കാര്യപ്രാപ്തിയോടെയാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീക്ക് പോലും ഇത്രയും കൃത്യമായി കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല. മാലിക അടുത്ത് സംസാരിച്ചു നോക്കണം. ഞാൻ ഇന്റർവ്യൂവിൽ ഞാൻ നേരിട്ടവരുടെ സംസാരിക്കുന്ന സ്ത്രീയാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ആൻഡ് ഐ ആം റിയലി വണ്ടർ വുമൺ ആണ് അവർ ഓരോ കാര്യങ്ങളും പറയുന്നത്. ഞാൻ പോലും ബേസിക്കലി ഇപ്പൊ ഒരു വിഷയത്തിൽ ഒരു സംസാരം ഒരു ഇന്റർവ്യൂവിൽ ചെയ്തിട്ടുണ്ട്. റീസെന്റ് അവർ ചെയ്തൊരു ഇന്റർവ്യൂവിനകത്ത് അവർ കൃത്യമായി പറയുന്ന ഒരു പെണ്ണ് എന്തുകൊണ്ടാണ് പൊന്നുടൽ മറക്കേണ്ടതെന്ന് അവർ കൃത്യമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞ ചിലര് അങ്ങനെ മാറുമ്പോൾ അവർക്കറിയാം അതിന്റെ കൃത്യത എന്താണ് എന്നുള്ളത്. അല്ലാതെ ഉള്ളത് ഇല്ലാത്തത് സിലിക്കോൺ വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് നാട്ടുകാരെ കാണിച്ചിട്ട് ഞാൻ ഇതിന് തയ്യാറാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഈ പരിപാടിക്ക് ഇറങ്ങി നടക്കുന്ന രണ്ടും കെട്ട ആളുകളാണ്. തുട കാണിക്കണം, അതിന്റെ മേളിലുള്ളത് കാണിക്കണം, സിലിക്കോൺ ബൾബ് കാണിക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഒരു കാരണവശാലും സ്ത്രീയെ റെസ്പെക്റ്റോടുകൂടി കാണുന്ന ആൾക്കാരല്ല. മനഃപൂർവ്വം സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൊട്ടിത്തരം കാണിക്കുന്നത്. അത്തരക്കാരെ പണിഷ് ചെയ്യുകയാണ് വേണ്ടത്, മാറ്റി നിർത്തുകയാണ് വേണ്ടത്. ഇനി ഈ പെൺകുട്ടികളുടെ കേസ് എടുക്കുക. അവർ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റി അവർ അപമാനിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുഴുവൻ ഡ്രസ്സൊന്നും ധരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കത്തില്ല. പക്ഷെ ആ കുടുംബത്തിൽ ഇനിയും അംഗങ്ങളുണ്ട്. അവരുടെ കൂട്ടുകുടുംബത്തിൽ ഇനി എത്രയോ പേരുണ്ട്. അവരെയൊക്കെ ബാധിക്കപ്പെടും. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരം വൃത്തികേടുകളിൽ പോകരുതെന്ന് പറയുന്നത്? നമുക്ക് മാത്രം സുഖം മതിയോ? നമുക്ക് ചുറ്റുമുള്ളവർ ജീവിക്കും. ഇപ്പൊ എനിക്ക് എന്റെ തോന്നിവാസം കാണിച്ച് നടക്കാം. എന്തുകൊണ്ട് ഞാൻ അതിനകത്തൊരു തടയിടുന്നു? എന്റെ ചില സ്വാതന്ത്ര്യങ്ങൾ ഞാൻ എന്തുകൊണ്ട് കളയുന്നു? അത് ബാധിക്കുന്നത് എന്റെ മക്കളെ ആയിരിക്കും, എന്റെ അമ്മ അച്ഛനെ ആയിരിക്കും, എന്റെ സഹോദരങ്ങളെ ആയിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ഒരു കൺട്രോൾ വെക്കുന്നു. അതൊരു വിട്ടുവീഴ്ചയാണ്. ത്യാഗമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ആ വിട്ടുവീഴ്ച മനോഭാവം ആ കുട്ടിയെ കൊണ്ടോ എന്തൊക്കെയാണ് ഇടുന്നത് വസ്ത്രങ്ങൾ ബിക്കിനി ലെവലിൽ ഇട്ടിട്ട്. അവർക്കറിയുന്നില്ല അവർ ഉപയോഗിക്കപ്പെടുകയാണ്. അവരെ മാർക്കറ്റുവൽക്കരിക്കുകയാണ്. ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമാണോ ലെസ്ബിയൻസ് ഉള്ളത്? എത്രയോ പേരുണ്ട്, എത്രയോ പെൺകുട്ടി. ഈ ഇടയ്ക്ക് 50 പേരുണ്ടെണ്ണം കല്യാണം കഴിച്ചു. എന്തേ അവരെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല? എന്തേ അവരെ അരകുറ ജെട്ടിയിട്ടുണ്ട് അവരെ പബ്ലിക്കിൽ കൊണ്ടുവരുന്നില്ല? അപ്പൊ ഈ കമ്മ്യൂണിറ്റിയെ ഫേസ് ചെയ്തിട്ട് ഏതൊക്കെ വരുന്നോ അതിനെയൊക്കെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ആ കമ്മ്യൂണിറ്റി അധിക്ഷേപിക്കുക എന്നൊരൊറ്റ കാര്യമാണ്. എന്തുകൊണ്ടാണ് ആ പുസ്തകങ്ങളിലൊക്കെ തന്നെ ഇപ്പം ലൂത്ത് നബിയുടെ കാലഘട്ടത്തിനെ കുറിച്ചും ഒക്കെ കൂടുതൽ വിശദമായിട്ട് പുസ്തകങ്ങളിൽ എന്തുകൊണ്ട് പറയണു? ഇവരുടെ ആധിക്യം കൂടുമ്പോൾ ഇവർ മറ്റുള്ളവരെയും ബ്രെയിൻ വാഷ് ചെയ്യും. അതുകൊണ്ടാണ് അതിനകത്ത് അങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചിരിക്കുന്നത്, നശിപ്പിച്ച് കളഞ്ഞേക്കാൻ പറയുന്നത്. മറ്റുള്ളവരുടെ ലൈഫിലേക്ക് കയറി കളിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഇപ്പം പേപ്പട്ടി ഉണ്ടെങ്കിൽ പട്ടിക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് നമ്മൾ പേപ്പട്ടിയെ പറഞ്ഞു വിടൂ? ഇല്ല. എന്തുകൊണ്ടാ? ഇത് കടിച്ചാൽ ബാക്കിയുള്ളവർക്ക് പേ പിടിക്കും. അത് ആ പട്ടിക്കൂട്ടങ്ങളെ ഒന്നടക്കം കൊല്ലുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. എന്തുകൊണ്ടാണ് ഇത് അമേരിക്കയിലൊക്കെ നിരോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? സെക്ഷൽ വൾഗാരിറ്റി. അതാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, അത് മറ്റുള്ളവരെ ബാധിക്കരുത്. നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അതല്ലേ ചെയ്യേണ്ടത്? ന്യായമായ ഒരു കാര്യം അതല്ലേ?
പിന്നെ നിങ്ങളുടെ കമന്റ് കണ്ടപ്പോൾ ഞാൻ അതിന് മറുപടി ഇട്ടു എന്നേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണാതെയാണ് ഈ തകർത്തതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇത് ഞാൻ പലർക്കും തോന്നിയ സംശയം സെയിം ആയിട്ടായിരിക്കാം അതിനകത്ത് കമന്റ് ബാക്ക് ചെയ്ത് അങ്ങ് കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. നന്ദി.